Hi dear friends, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to learn our 7th chapter, that is economic thought. What are the peculiarities of human wants? You know that human wants are unlimited. One gets satisfied, another crops up. നിങ്ങൾക്കറിയാം എന്താണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ പ്രത്യേകത. ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. ഒന്ന് കഴിയുമ്പോഴേക്കും മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ടു ഫുൾഫിൽ അവർ നീഡ്സ് വി നീഡ് എ ലോട്ട് ഓഫ് റിസോഴ്സസ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് ഒരുപാട് റിസോഴ്സസ്, വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. ദാറ്റ് മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ? എന്താണ് ഉൽപാദനം എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സാറ്റിസ്ഫൈയിങ് ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. പ്ലീസ് ഒബ്സർവ് ദ പിക്ചർ. In your textbook, 4 pictures are there. First figure that is related with agriculture. Second, that is a traffic police regulating traffic. Third figure, that is the figure of a factory. Fourth figure, that is hospital service. Among this, agriculture and factory work come under production of goods. ഇതിൽ തന്നിരിക്കുന്ന കൃഷിയും ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളും ഏതിലാണ് ഉൾപ്പെടുന്നത്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. Then after that, traffic police regulating the traffic and hospital, that is an example for services. അത് സേവനങ്ങൾക്ക് ഉദാഹരണമാണ്. Already you studied the topic factors of production and its rewards. ഏതെല്ലാമാണ് ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഉൽപാദന ഘടകങ്ങളെന്നും അതിനുള്ള പ്രതിഫലം ഏതാണെന്നും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. പ്ലീസ് ലിസൺ. Which are the factors of product? Land, labor, capital and entrepreneurship. These are the factors of product. Then which are the rewards for these factors of product? ലാൻഡിന് എന്ന് വെച്ചാൽ ഭൂമിക്ക് കൊടുക്കുന്ന പ്രതിഫലം, ദാറ്റ് ഈസ് റെൻറ്റ്, പാട്ടം. ദെൻ ലേബർ, തൊഴിലിന് യു നോ ദാറ്റ് ഈസ് വേജ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ക്യാപിറ്റൽ the interest. The next entrepreneurship, that is profit, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. Profit and sometimes that may be loss. Man satisfies his wants through the consumption of goods and services. The reward received by participating in the production process is spent on consumption. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൺസംഷനിലൂടെയാണ്. എന്ന് വെച്ചാൽ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെയാണ്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം അവർക്ക് കിട്ടുന്ന റിവാർഡ്സ് ഉപഭോഗത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ there is a correlation between production, distribution and consumption of goods and services. ഉൽപാദനം, വിതരണം, അതുപോലെ ഉപഭോഗം, ഇവ മൂന്നും പരസ്പര ബന്ധിതങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട്, വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രം. എക്കണോമിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെ പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ്. Economic decisions are taken by analyzing the basic problems of an economy. ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ആ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെയാണ്. ടോപ്പിക് ദാറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ എൻ എക്കോണമി. എന്തെല്ലാമാണ് ഒരു സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ? അതിനു മുൻപ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കഥ പറയുന്നു. നമുക്ക് ആ കഥയൊന്ന് നോക്കാം. എ മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ വരുൺസ് സ്കൂൾ ടു ഡിസൈഡ് ഹൗ ടു യൂട്ടിലൈസ് the 1-acre land available in the campus. Many suggestions emerged, but the idea of utilizing the land for farming received the maximum support. Though rice and plantain cultivation were discussed, ഫൈനലി ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഗ്രോ വെജിറ്റബിൾസ്. എന്താണ്ടായേ? വരുണിൻ്റെ സ്കൂളിൽ 1 ഏക്കർ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച അവൻ്റെ ക്ലാസ്സിൽ വരികയാണ്. വിവിധ ആവശ്യങ്ങൾ ഉയർന്നു. അവസാനം അവരെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായി? വാഴ കൃഷി വേണോ, നെൽകൃഷി വേണോ, ഫുൾ കൺഫ്യൂഷനായി. അവസാനം അവരെന്ത് തീരുമാനിച്ചു? നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം.
Varun and his friends were overjoyed by the idea of growing vegetable, as it gave them an opportunity to give pesticides-free and cheap vegetable to the villagers. പച്ചക്കറിയുടെ വർദ്ധിച്ചു വരുന്ന വിലയും അതുപോലെ തന്നെ വിഷം നിറഞ്ഞ പച്ചക്കറിയുമാണ് നമുക്ക് എവിടുന്നും ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വരുണിൻ്റെ ഫ്രണ്ട്സും കരുതുകയാണ്, നമ്മൾ കൃഷി ചെയ്യുന്നത് പച്ചക്കറിയാണെങ്കിൽ ഒരു ഗ്രാമത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ ഒരു ഭാഗമെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് നൽകാമല്ലോ എന്നാണ് വരുണിൻ്റെ ഫ്രണ്ട്സും കരുതുന്നത്. Varun was entrusted with the responsibility of making a detailed plan about the area of land that should be brought under cultivation, the type of vegetable to be cultivated, the method of cultivation and care to be given, the beneficiaries, etc. എത്ര സ്ഥലത്ത് കൃഷി ചെയ്യണം, ഏതെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യണം, അതിന് ഏത് രീതിയിലാണ് കൃഷി നടത്തേണ്ടത്, അതെങ്ങനെ പരിപാലിക്കണം, ഈ കൃഷി ചെയ്യുന്നത് ആർക്കൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുൺ ചർച്ചയിൽ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ ഇതിനെല്ലാം വേണ്ടി ഒരു പദ്ധതി വരുൺ തയ്യാറാക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ കഥയിൽ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന്. നമുക്ക് നോക്കാം. ഫ്രം ദിസ് സ്റ്റോറി വി റിയലൈസ് ദാറ്റ് 3 essential questions associated with every economic activity. ഏതൊരു സാമ്പത്തിക പ്രവർത്തനത്തിലും 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ വരുന്നത്. 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സമ്പദ് വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. സെക്കൻഡ്, ഹൗ ടു പ്രൊഡ്യൂസ്. തേർഡ് വൺ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻ ഡിസൈഡ് ദ റെലവൻസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഏതൊരു സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെയും പ്രസക്തി നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ് അവർ ടോപ്പിക്, ദാറ്റ് ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ. ഓൾറെഡി യു നോ ദാറ്റ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദ അവൈലബിൾ വൺ ആൻഡ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. വിഭവങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് വളരെ അത്യാവശ്യമാണ്. The identification of the crop for cultivation and expected quantity of output is equally significant. എന്തുൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഇത് ഒരു കൃഷിയിൽ മാത്രമല്ല. വെൻ വി ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, ദ നമ്പർ ഓഫ് യൂണിറ്റ് റിക്വയർഡ് എക്സെട്ര നീഡ് കൺസിഡറേഷൻ വൈൽ പ്ലാനിങ്. നമ്മൾ വ്യവസായമാണ് തുടങ്ങുന്നതെങ്കിൽ പോലും വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നത് എല്ലാം നമ്മൾ ആദ്യം തന്നെ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ബേസിക് പ്രോബ്ലം, ദാറ്റ് ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്. How to produce denote the method of production. How to produce is decided on the basis of the availability of resources and technology. എന്ന് വെച്ചാൽ ഇത് ഉൽപ്പാദന രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി എങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് ഇതിൽ തീരുമാനിക്കേണ്ടത്. One example is there in your textbook. The service of laborers or machines can be utilized for agricultural activities like preparing land for cultivation, sowing, weeding, manuring, harvesting and threshing. The selection of a particular method is decided on the basis of available resources in an area. എന്ന് വെച്ചാൽ കൃഷിക്ക് വേണ്ടിയിട്ട് നിലമൊരുക്കുക, വിത്ത് വിതയ്ക്കുക, കള പറിക്കുക, വളമിടുക, കൊയ്ത്ത്, മെതി എന്നീ പ്രവർത്തനങ്ങൾക്കൊക്കെ തൊഴിലാളികളെ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കണോ എന്ന് ചോദിക്കുകയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിലേത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തത ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം, ദാറ്റ് ഈസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ടു സാറ്റിസ്ഫൈ ദ വാണ്ട്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാകണം ഉൽപ്പാദനം നടത്തേണ്ടത്. നമുക്കറിയാലോ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ആസ് സൂൺ ആസ് വൺ ഗെറ്റ് സാറ്റിസ്ഫൈഡ് അനദർ ക്രോപ്സ്.
However, we may not have the necessary resources to satisfy all our wants. Therefore, our responsibility to prioritize our wants. നമ്മളുടെ ആവശ്യങ്ങൾ പരിമിതമല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കണം. നെക്സ്റ്റ് ഒരു ടോപ്പിക് ദാറ്റ് ഈസ് എക്കണോമിക് തിങ്കിങ്. ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്.